ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐഡിയ. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്, ലുലു മാളിലാണുള്ളത്. എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുന്നു. അവനെത്തി. അവൻ്റെ പേരാണ് ഫിലിക്സ്. വയസ്സ് 60. ഇനി നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് പ്ലാൻ ചെയ്യാണ്. നേരെ പോയത് ഗെയിം സെഷനിലേക്കായിരുന്നു. ഇനി ബാക്കി കലാപരിപാടികൾ അവിടെ. ഏകദേശം എല്ലാ റൈഡിലും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ VR കയറാൻ വേണ്ടിയിട്ട് നമ്മളിതാ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവിടെ. നിനക്ക് ആരാവണം എന്നാണ് നിനക്ക് ആഗ്രഹം? തീരുമാനിച്ചാൽ ആദ്യം 10th പാസ് ആവുമെന്ന് ആലോചിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. മഞ്ചാട്ടി, നിനക്ക് ആരാവണം എന്നാണ്? കളക്ടർ ആവണം. ഏത് ജില്ലയിലെ കളക്ടറാണ് ആവേണ്ടത്? തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പറയണം. എവിടെയാണെങ്കിലും നീ ഓക്കെ ആണ്. നിനക്ക് ആരാവാനാണ് ആഗ്രഹം? എനിക്കൊരു നല്ലൊരു ആക്ടർ, സിംഗർ, മോഡൽ, ഓൾറൗണ്ടർ. മോഹൻലാലിനെ കാട്ടി വലിയൊരു ആക്ടർ ആവണം. അവസരം കിട്ടിയ മോഹൻലാലിനെ കിട്ടിയിട്ട് വലിയൊരു ആക്ടർ ആവും. അവസരം തരണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആരും നിനക്ക് തരാത്തത്. മലയാളികൾ, ഈ മലയാള ലോകമേ രക്ഷപ്പെട്ടു. ഈ മുഖം ഓർത്തു വെച്ചോളൂ, ആരും അവസരം കൊടുക്കരുത്. അങ്ങനെ VR തുറന്നു. നമ്മൾ അകത്തേക്ക് കയറി. ഇനി കുറച്ച് നേരം അതിനകത്ത് കിടന്ന് വിളിയും മാതാളിയൊക്കെ ആയിരുന്നു അവിടെ. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള മോഹൻലാലാണ്. ഒരു ആക്ഷൻ കാണിച്ചു കൊടുക്കണം. തന്റെ അല്ല എന്റെ തന്ത. അയ്യോ, അത് നമുക്ക് അറിയായിരുന്നു. നമ്മുടെ അതിനറിയില്ലായിരുന്നു. ഓഡിയൻസിന്റെ അടുത്താണ് പറഞ്ഞത്. അടിച്ചു പൊട്ടിച്ചോ? അടിച്ചു പൊട്ടി. Oh my God. ഇനി നമ്മൾ അവിടെയുള്ള ഏകദേശം എല്ലാ റൈഡിലും കയറി ഇറങ്ങി ഫണ്ണാക്കി ചളി ഒഴിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. എന്റെ പൊന്നമ്മ, കുഴപ്പമില്ല. റിവേഴ്സ്. എല്ലാത്തിലും വലഞ്ഞു കയറി ക്ഷീണിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഒരിടത്തിരുന്ന് വീണ്ടും ചളുവടി തുടങ്ങി. ഗൈസ്, വീണ്ടും ചളുവടി തുടങ്ങി. നല്ല കട്ട ചങ്ക് പോലെയാണ് ദിവ്യ എന്ന് പറയുമ്പോൾ. ഒരു നല്ല ടാലന്റ് ഉള്ള, അത്യാവശ്യം നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് കാരണം ദിവ്യക്ക് വരുന്ന ലവ് ലെറ്റേഴ്സ്, പ്രപ്പോസൽസ് ഇതെല്ലാം കാണുമ്പോൾ ദിവ്യയുടെ മകൾക്കും ഭർത്താവിനും അസുഖം തോന്നുകയാണ്. കുസുമ്പ് ഇത്രയേറെ പോപ്പുലാരിറ്റി പ്രമുഖയായ ഒരു വ്യക്തി പറയാം. പിന്നെ ദിവ്യ നല്ലൊരു മോഡലാണ്. ദിവ്യയുടെ കുറെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടായിരുന്നു. ദിവ്യ ഗ്രേറ്റ് മോഡൽ. എന്താണ് ഈ വരമാക്രിയെ കുറിച്ച് നിനക്ക് പറയാനുള്ളത്? പറയാൻ പാവമാണ്, നല്ല നല്ല സെയിം വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോശമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇന്ന് എന്നെ നല്ലോണം ട്രീറ്റ് ചെയ്തു. സോ ഒന്നും പറയുന്നില്ല. എന്താണ് ഈ കൊച്ചു കാന്താരിയെ കുറിച്ച് പറയാനുള്ളത്? ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആരായിരുന്നാലും കൊള്ളാം. ബിക്കോസ് ഇതേപോലെ ഒരു പ്രോഡക്റ്റ് ഇറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക് ഉള്ള പരിപാടിയാണ്. പിന്നെ ഈ പ്രോഡക്റ്റിനെ നോക്കാന്ന് പറയുമ്പോഴും ടാസ്കാണ്. പിന്നെ പാവമാണ്, അടി ഉണ്ടാക്കാനൊക്കെ പറ്റിയതാണ്. എന്റെ കൊച്ച് എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് അടി ഉണ്ടാക്കാൻ ഇഷ്ടമാണ് ഇതായിട്ട്. എന്നെ പറ്റി പറയൂ. നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പില് ഒരു മോഹൻലാൽ എന്നാണ് പുള്ളിക്കാരനെ അറിയപ്പെടുന്നത്. മറ്റാരും പറഞ്ഞില്ലെങ്കിലും 2-3 ആൾക്കാരിങ്ങനെ പറയും മോഹൻലാൽ ആണെന്ന്. പറയണമെന്നൊക്കെ പല ആൾക്കാരും ഇങ്ങനെ മനസ്സിൽ
മനസ്സിൽ വിചാരിക്കും. പക്ഷെ മുഖത്ത് നോക്കി ഇങ്ങനെ എന്തെങ്കിലും നിഷ്കളങ്കമായ മുഖം നോക്കിയിട്ട് അങ്ങനെ ആർക്കും ഒന്നും പറയാൻ തോന്നില്ല. ഈ നിഷ്കളങ്ക മുഖം ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കും. ഒരു ഊശാൻ താടിയും വെച്ചിട്ട് ട്രിവാൻഡ്രത്തായിരുന്നു കുറച്ച് നാൾ നടന്നിരുന്നത്. ഇപ്പം പുള്ളിക്കാരൻ കൊല്ലത്തേക്ക് മാറി. കൊല്ലത്ത് നിന്നും എന്നെ കാണാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്ത് വന്ന ഒരു മഹാമനസ്സുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരൻ ജഡ്ജ് ചെയ്യാനൊക്കെ പോകും. ജഡ്ജിയൊന്നും അല്ല, ജഡ്ജ്മെന്റ് ചെയ്യാൻ പോകും. നല്ലൊരു മോഡലാണ്. കുറെ ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടില്ല. ഇത് എന്താണ് ഓഡിഷൻസിന് പോയിട്ടുണ്ട്. പക്ഷെ ആരും എടുത്തില്ല. പോയ ഓഡിഷൻസ് ഒക്കെ ഫേക്ക് ആയിരുന്നു. അപ്പം ഇനി നല്ല നല്ല ഫിലിമൊക്കെ വന്നാൽ പുള്ളിക്കാരനെ കാണാൻ പറ്റും. ഇനി വരുന്ന ഒരു യങ് ഫിലിം സ്റ്റാർ ആണ് പുള്ളിക്കാരൻ. അപ്പം നല്ലൊരു വലിയ ബിഗ് സ്ക്രീനിൽ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഈ എന്റെ ഈ വാക്കുകൾ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംവിധായകർക്ക് ഒരവസരം പുള്ളിക്കാർക്ക് കൊടുക്കോ പ്ലീസ്. സത്യത്തിൽ എന്നെ ദിവ്യയല്ല കാണാമെന്ന്. ദിവ്യം കാട്ടി എന്നെ കാണാൻ ആഗ്രഹമുള്ള ഒരു ഇഡിയറ്റ് ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം ഗൈസ്. ഇന്നത്തെ കലാപരിപാടികൾ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. എന്താ പറയാ, ഒന്ന് അങ്ങോട്ട് കാണിച്ചേ. നമ്മളെല്ലാവർക്കും ചായ വാങ്ങി കൊടുക്കും അല്ലേ? ഇവിടുത്തെ ഷോ സ്പോൺസർ ചെയ്തത് ശ്യാം ചേട്ടനാണ്. ശ്യാം ചേട്ടൻ വന്നില്ല, പക്ഷെ ഫണ്ടെല്ലാം കറക്റ്റ് ആയിട്ട് ഇട്ട് എല്ലാവർക്കും ഉള്ള ട്രീറ്റ് ചെയ്യുന്നത് ശ്യാം ചേട്ടൻ. ഇവിടെ വരുന്ന ഓരോ വ്യക്തിക്കും ഓരോ പുൽക്കൊടിക്കും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ആ ശ്യാം ചേട്ടന് നമ്മൾ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ ക്യാമറ ഇത്രയും നേരം ചലിപ്പിച്ചു കൊണ്ടിരുന്നത് പ്രിയപ്പെട്ട ദർശനാണ്. ആ ദർശനം നമ്മൾ നന്ദി പറയുന്നു. പിന്നെ ഈ ലുലു മാളിന്റെ ഉടമ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇനി നമ്മുടെ ഇത്രയും നേരം നമ്മുടെ ക്യാമറയുടെ ക്യാമറാമാൻ കുറച്ച് നമ്മൾ രണ്ട് വാക്ക് സംസാരിക്കണം. ദർശൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര്. ദർശൻ വളരെയധികം യങ്ങായിട്ടുള്ള ഒരു ക്യാമറമാനാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ദർശൻ എന്ന് പറയുമ്പോൾ ഒരു 10th പാസ്സായിട്ട് നിൽക്കുന്ന കുട്ടിയാണ്. പക്ഷെ പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാമറ സ്കിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രായത്തിൽ കൈ വിറയ്ക്കാതെ ക്യാമറ എടുക്കാൻ കഴിയുന്നവർ സോറി ഒരു വ്യക്തി ദർശനാണ്. ദർശൻ എവിടെയാണ് പഠിക്കുന്നത്? ദർശൻ ക്രൈസ്റ്റ് നഗർ സ്കൂളിലാണ് ഇപ്പൊ 10th എക്സാം എഴുതിയിട്ട് നിൽക്കുന്നത്. അടുത്തവിടെ നടിച്ച് പുറത്തോട്ട് ആക്കില്ലയോ എന്ന് അറിയത്തില്ല. സൂൺ കാത്തിരിക്കാം നമുക്ക്. ശുഭരാത്രി, ശുഭനിദ്ര. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, തെറി വിളിക്കരുത്, പിന്നെ കമന്റ് ഇടാൻ മറക്കരുത്. നല്ല കമന്റ് ആയിരിക്കണം. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊരു അവസരം സിനിമയില് പുള്ളിക്കാരൊരു അവസരം, ആരെങ്കിലും ഒരു ഷോർട്ട് ഫിലിമെങ്കിലും ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൊരു അവസരം കൊടുക്കണം. പിന്നെ പുള്ളിയുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒരിക്കലും വെക്കുന്നതല്ല, ഞാൻ രഹസ്യമായി തരുന്നതായിരിക്കും. രാത്രി ഈ നൈറ്റ് അടി എന്താ പറയാ, ഇരുട്ടടി ആരെങ്കിലും കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് തരാം. അതുവരേക്കും നന്ദി, വണക്കം, താങ്ക് യു.